2 കിൻഡൽ വളർത്തു മത്സ്യം മോഷണം പോയതായി ഒരു മത്സ്യ കർഷകന്റെ പരാതി. മലപ്പട്ടം മേപ്പറമ്പിലെ എ.വി. നാരായണന്റെ ഉടമസ്ഥതയിലുള്ള മീൻ വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുമാണ് വളർത്തു മത്സ്യം മോഷ്ടിക്കപ്പെട്ടത്. മോഷ്ടാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മയ്യിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ കർഷകൻ ഇപ്പോൾ. 2 കിൻഡൽ വളർത്തു മത്സ്യം മോഷണം പോയതായി പരാതി. മലപ്പട്ടം മേപ്പറമ്പിലെ എ.വി. നാരായണന്റെ വീടിന് പിറകിലായി റബ്ബർ തോട്ടത്തിൽ ഒരുക്കിയ കുളത്തിൽ നിന്നാണ് മത്സ്യം മോഷണം പോയത്. കുളത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നെറ്റ് മുറിച്ചു നീക്കിയ നിലയിലാണ് ഉള്ളത്. 8 വർഷക്കാലമായി ശുദ്ധജല വളർത്തു മത്സ്യ കൃഷി ചെയ്യുന്ന എ.വി. നാരായണൻ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ വാങ്ങിയ 750 വരാൽ മത്സ്യക്കുഞ്ഞുങ്ങളെ 3 മാസം മുമ്പാണ് കുളത്തിൽ നിക്ഷേപിച്ചത്. അടുത്ത മാസം വിളവെടുക്കാൻ ഇരിക്കവേ ആണ് മോഷണം നടന്നത്. കഴിഞ്ഞ മാസം 31 ശേഷമാണ് മോഷണം നടന്നത് എന്ന് സംശയിക്കുന്നതായി ഉടമ പറയുന്നു. ഞാൻ 8 വർഷമായി ഈ മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 31 ഈ മത്സ്യം കളവുപോയതായിട്ട് സംശയിക്കുന്നത്. അത് പുറത്ത് ഇങ്ങനെ ഒരെണ്ണം 1-ാം തീയതി രാവിലെ തീറ്റ കൊടുക്കാൻ നോക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ പുറത്ത് കണ്ടുകൊണ്ട് അത് ചത്തുപോയിരുന്നില്ല. ആ സംശയിച്ചിട്ട് ആ വെള്ളത്തിന് ഇടുകയും ചെയ്തു. പിന്നീട് അന്ന് രാവിലെ തീറ്റ കൊടുത്ത് പിന്നെ ആ പിറ്റേന്ന് നോക്കുമ്പോൾ തീറ്റി തിന്നിട്ട് കണ്ടില്ല. അതിന് സംശയം തോന്നി. അങ്ങനെ വെള്ളം പറ്റി നോക്കുമ്പോൾ ഈ അതിൻ്റെ അകത്ത് തീരെയില്ലാത്ത ഈ 750 ഇട്ടതിൻ്റെ അകത്ത് ആകെ 4 മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതേമാതിരി പോയിന്ന് മനസ്സിലായി. ഇതായിട്ട് കണ്ടതിന് ശേഷം രാവിലെ തന്നെ മയിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഒരു പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ എൻ്റെ പോലീസും SI അടക്കം വന്നിട്ട് എല്ലാം ഒരു പ്രാരംഭ പരിശോധന നടത്തിയിട്ടാണ് പോയിട്ടുള്ളത്. മലപ്പട്ടത്തെ പ്രമുഖ കർഷകൻ കൂടിയായ എ.വി. നാരായണന്റെ വളർത്തു മത്സ്യങ്ങൾ മോഷ്ടിച്ചവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് കർഷക സംഘം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയും മലപ്പട്ടം വില്ലേജ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. മലപ്പട്ടത്തെ ഒരു മികച്ച സംയോജിത കൃഷിക്കാരനാണ് എ.വി. നാരായണൻ. അദ്ദേഹത്തിന്റെ ഒരു കൃഷിയിലെ പ്രധാനമായിട്ടാണ് മത്സ്യകൃഷി, ശുദ്ധജല മത്സ്യകൃഷി. അത് കുറച്ചു കാലമായിട്ട് അദ്ദേഹം വളരെ വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതാണ്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ 2 ലക്ഷം രൂപയോളം വില വരുന്ന മത്സ്യം പിടിച്ചുകൊണ്ടുപോവുകയും വളരെ തെറ്റായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തതായിട്ട് അത്യന്തം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു കൃഷിക്കാരൻ വളരെ അധികം കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഇത്തരം കൃഷികളൊക്കെ നടത്തി വരുമ്പോൾ ഇത്തരം ചില ആളുകൾ നാട് തന്നെ അപമാനകരമായ നിലയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് വളരെ ഗൗരവോദ്ധ്യാലെടുത്ത് മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയെ അടിസ്ഥാനപ്പെടുത്തി പ്രതികളെ അടിയന്തരമായും പിടികൂടി നടപടി സ്വീകരിക്കണമെന്നാണ് കർഷക സംഘത്തിന്റെ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിക്കും അതുപോലെ മലപ്പട്ടത്തെ വില്ലേജ് കമ്മിറ്റിക്കും ഒക്കെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പ്രതിഷേധാർഹമായ നടപടി നമ്മുടെ നാടിന് മാതൃകാപരമായ നമ്മുടെ നാടിന് ഒട്ടും അനുയോജ്യമായ കാര്യമല്ല എന്നുകൂടി ഇത്തരം കുറ്റക്കാർക്കെതിരെ ജനങ്ങളുടെ സമീപനം വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നും കർഷക സംഘം അഭ്യർത്ഥിക്കുക. മോഷ്ടാക്കൾക്കെതിരെ എ.വി. നാരായണൻ മയ്യിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മയ്യിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു.